മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം ബഹിഷ്കരിക്കുമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ. ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് 19 പ്രതിപക്ഷ പാർട്ടികളുടെ സംയുക്ത പ്രസ്താവന. പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജൂൺ 7 മുതൽ പ്രഖ്യാപിച്ച അനിശ്ചിതകാല സമരത്തിൽ ഉറച്ച സ്വകാര്യ ബസ്സുടമകൾ. ഗതാഗത മന്ത്രിയുമായുള്ള ചർച്ച പരാജയം. ബസ്സുടമകൾ മന്ത്രിക്ക് നോട്ടീസ് നൽകി. അനാവശ്യ സമരമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. പാലക്കാട് കൈക്കൂലി കേസിൽ അറസ്റ്റിലായ വില്ലേജ് അസിസ്റ്റന്റ് റിമാൻഡിൽ. പണം സ്വരുക്കൂട്ടിയത് വീട് വയ്ക്കാനെന്ന് സുരേഷ് കുമാർ. കൈക്കൂലിയായി വാങ്ങിയത് തേനും കുടംപുളിയും വരെ. മുറിയിൽ നിന്ന് കണ്ടെത്തിയത് 36 ലക്ഷത്തോളം രൂപയും 9,000 രൂപയുടെ നാണയത്തൊട്ടുകളും. ഇരുചക്ര വാഹനങ്ങളിൽ രക്ഷിതാക്കൾക്കൊപ്പം കുട്ടികൾ യാത്ര ചെയ്യുന്നത് തടസ്സമില്ല. തൽക്കാലം പിഴ ഈടാക്കില്ലെന്ന് ഗതാഗത മന്ത്രി. ഇളവ് 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക്. കണ്ണൂർ ചെറുപുഴയിൽ വീട്ടിൽ 5 പേർ മരിച്ച നിലയിൽ മരിച്ചത് പാടിച്ചാൽ സ്വദേശി ഷാജിയും ഭാര്യ ശ്രീജയും 3 മക്കളും. കുട്ടികളെ കൊലപ്പെടുത്തി ദമ്പതികൾ തൂങ്ങി മരിച്ചതെന്ന് നിഗമനം. ഷാജി ശ്രീജ ദമ്പതികളുടെ വിവാഹം നടന്നത് 2 ആഴ്ച മുമ്പ്. IPL ആവേശപ്പോര്. ചെപ്പോക്കിൽ ചാമ്പ്യന്മാരെ തകർത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് ഫൈനലിൽ. ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ചത് 16 റൺസിന്. ആദ്യ എലിമിനേറ്ററിൽ മുംബൈ ഇന്ന് ലക്നൌവിനെ നേരിടും.